യൂറോപ്പിലെ ജനാധിപത്യത്തിന്റെ കാവലാൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബ്രിട്ടൻ ഇന്ന് സങ്കീർണമായ സുരക്ഷാ വെല്ലുവിളികളെയാണ് നേരിടുന്നത്. ഒരു വശത്ത് രാജ്യാന്തര ഭീകര സംഘടനകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തിനുള്ളിൽ തന്നെ വളരുന്ന ഹോം ഗ്രോൺ തീവ്രവാദം, മറുവശത്ത് കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, ഇതിനെല്ലാം പുറമെ ആഗോള രാഷ്ട്രീയ വിഷയങ്ങളിൽ തെരുവിലിറങ്ങുന്ന പ്രതിഷേധക്കാർ. ലണ്ടനിലെയും മാഞ്ചസ്റ്ററിലെയും തെരുവുകളെ ഭീതിയിലാഴ്ത്തിയ സമീപകാല സംഭവങ്ങൾ ബ്രിട്ടീഷ് സമൂഹത്തിന്റെ സമാധാനപരമായ നിലനിൽപ്പിന് മേൽ കരിനിഴൽ വീഴ്ത്തുന്നു. ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിൽ നടപ്പിലാക്കാൻ പദ്ധതിയിട്ട ഒരു വൻ ഭീകര ആക്രമണമാണ് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗം അതിസാഹസികമായി തകർത്തത്. ISIS ഭീകര സംഘടനയുടെ പ്രത്യയശാസ്ത്രത്തിൽ ആകൃഷ്ടരായ വാലിദ് സദോയി, അമർ ഹുസൈൻ എന്നീ 2 വ്യക്തികൾക്ക് ബ്രിട്ടീഷ് കോടതി ഇപ്പോൾ ജീവപര്യന്ത തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഒക്ടോബർ 7-ന് ഇസ്രയേലിന് നേരെ നടന്ന ഭീകര ആക്രമണത്തിന് ശേഷം ലോകമെമ്പാടും യഹൂദ വിരുദ്ധത വർദ്ധിച്ചിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് സദോയും ഹുസൈനും ബ്രിട്ടനിലെ ജൂത സമൂഹത്തിന് നേരെ ചോരപ്പുഴയൊഴുക്കാൻ തീരുമാനിച്ചത്. മാഞ്ചസ്റ്ററിൽ യഹൂദ വിരുദ്ധതയ്ക്കെതിരെ നടന്ന ഈ സമാധാനപരമായ പ്രകടനത്തിൽ പങ്കെടുത്തവരെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ഇവരുടെ പ്രാഥമിക ലക്ഷ്യം. ഇതിനായി വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഇവർ സംഘടിപ്പിച്ചു. ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന നിഷ്കളങ്കരുടെ കൂട്ടക്കൊലയ്ക്ക് സമാനമായ രീതിയിൽ ജൂത പള്ളികളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താനായിരുന്നു ഇവരുടെ നീക്കം. ബ്രിട്ടനിലെ ജൂത വംശജർക്കിടയിൽ ഭീതി പടർത്തുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ഉദ്ദേശം. ടുണീഷ്യൻ വംശജനായ വാലിദ് സദോയി ഗ്രേറ്റ് യർമത്തിൽ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറന്റ് നടത്തി വരികയായിരുന്നു. സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളായി പുറമെ തോന്നിച്ചെങ്കിലും ഉള്ളിൽ കടുത്ത മതമൗലികവാദം അദ്ദേഹം വളർത്തിയിരുന്നു. കൂട്ടുപ്രതിയായ അമർ ഹുസൈൻ താൻ ഒരു മുൻ ഇറാഖി സൈനികനാണെന്നാണ് അവകാശപ്പെടുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ താനൊരു തീവ്രവാദിയാണെന്ന് പറയുന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നാണ് ഹുസൈൻ വെളിപ്പെടുത്തിയത്. ഇത് ബ്രിട്ടനിലെ തീവ്രവാദ ഭീഷണി എത്രത്തോളം ആഴത്തിലുള്ളതാണെന്നും വ്യക്തമാക്കുന്നു. രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു ഭീകര സ്ലിപ്പിംഗ് സെല്ലിലേക്ക് നുഴഞ്ഞു കയറി നടത്തിയ അന്വേഷണമാണ് ഈ പദ്ധതി പുറത്തു കൊണ്ടുവന്നത്. കൃത്യസമയത്ത് ഇവരെ പിടികൂടാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ബ്രിട്ടൻ കണ്ട ഏറ്റവും വലിയ നരഹത്യകളിൽ ഒന്നായി ഇത് മാറുമായിരുന്നു. ബ്രിട്ടൻ നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളി കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പ്രശ്നങ്ങളാണ്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ചെഷയറിലെ വിൻസ്ഫോർഡിൽ നടന്ന അതിക്രൂരമായ ബലാത്സംഗം. 18 വയസ്സുള്ള ഒരു യുവതിയെ സ്വന്തം നാട്ടിൽ വെച്ച് അതിക്രൂരമായി ആക്രമിച്ച കേസിൽ 2 സിറിയൻ അഭയാർത്ഥികളാണ് പിടിയിലായത്. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് ഈ ആക്രമണം നടന്നത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് യുവതിയെ ഗുരുതരമായ അവസ്ഥയിൽ കണ്ടെത്തിയത്. DR മുഹമ്മദ് അബ്ദുൾ സലാം, ദിൽഗാഷ് ആദിൽ എന്നീ സിറിയൻ വംശജരെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തു. ഈ സംഭവം ബ്രിട്ടീഷ് സമൂഹത്തിൽ വലിയ രോഷത്തിന് കാരണമായിട്ടുമുണ്ട്. മാനുഷിക പരിഗണന നൽകി അഭയം നൽകിയവർ തന്നെ രാജ്യത്തെ പൗരന്മാരെ ആക്രമിക്കുന്നത് കുടിയേറ്റ വിരുദ്ധ വികാരം ശക്തിപ്പെടാനും ഇടയാക്കുന്നു. ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ സമാധാനകാംക്ഷികളായ മറ്റ് അഭയാർത്ഥികൾക്കും മറ്റും പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പോരാട്ടത്തിലൂടെ ലോകശ്രദ്ധ നേടിയ ഗ്രേറ്റ തുംബർഗ് ഇപ്പോൾ പലസ്തീൻ വിഷയത്തിലും ബ്രിട്ടീഷ് പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. ലണ്ടനിലെ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിലാണ് ഗ്രേറ്റ അറസ്റ്റിലായത്. ഇസ്രയേലിന് പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്ന എൽബിറ്റ് സിസ്റ്റംസ് എന്ന സ്ഥാപനത്തിന് സേവനങ്ങൾ നൽകുന്ന ആസ്പെൻ ഇൻഷുറൻസിനെ ലക്ഷ്യമിട്ടായിരുന്നു പ്രതിഷേധം. വംശഹത്യയെ ഞാൻ എതിർക്കുന്നുവെന്ന ബാനറുമായി പ്രതിഷേധക്കാരോടൊപ്പം അദ്ദേഹം നിലയുറപ്പിച്ചു. ജയിലിൽ നിരാഹാര സമരം നടത്തുന്ന 8 പലസ്തീൻ ആക്ഷൻ പ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിക്കുക എന്നതായിരുന്നു ഈ നീക്കത്തിന്റെ പിന്നിൽ. പ്രതിഷേധക്കാർ ഇൻഷുറൻസ് കമ്പനിയുടെ കെട്ടിടത്തിന് നേരെ ചുവന്ന പെയിന്റ് സ്പ്രേ ചെയ്യുകയും പരിസരം മലിനമാക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് പോലീസ് ഗ്രേറ്റ തുംബർഗ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തത്. ഇത്തരം പ്രതിഷേധങ്ങൾ ബ്രിട്ടന്റെ നയതന്ത്ര ബന്ധങ്ങളെയും ആഭ്യന്തര ക്രമസമാധാനത്തെയും സാരമായി ബാധിക്കുന്നുമുണ്ട്. പലസ്തീൻ ആക്ഷൻ എന്ന ഗ്രൂപ്പിനെ ബ്രിട്ടീഷ് സർക്കാർ നിരോധിച്ചിട്ടുണ്ടെങ്കിലും രഹസ്യമായി ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നത് സുരക്ഷാ ഏജൻസികൾക്കും വെല്ലുവിളിയാണ്. ഈ 3 സംഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് ബ്രിട്ടീഷ് സമൂഹം നേരിടുന്ന ബഹുമുഖ പ്രതിസന്ധികളിലേക്കാണ്. യഹൂദ വിരുദ്ധ ആക്രമണങ്ങൾ രാജ്യത്തെ ജൂത മുസ്ലിം സൗഹൃദത്തെ ബാധിക്കുന്നു. ഒക്ടോബർ 7-ന് ശേഷമുള്ള അന്തരീക്ഷം ഈ വിടവ് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അഭയാർത്ഥികൾ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങൾ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിപ്പിക്കുന്നു. ഇത് കുടിയേറ്റ നയങ്ങളിൽ കടുത്ത മാറ്റങ്ങൾ വരുത്താൻ സർക്കാരിന് മേൽ സമ്മർദ്ദമുണ്ടാക്കുന്നു. ഗ്രേറ്റെ പോലുള്ള ആഗോള വ്യക്തിത്വങ്ങൾ ഇത്തരം പ്രതിഷേധങ്ങളിൽ ഭാഗമാകുന്നത് രാഷ്ട്രീയപരമായ ചേരിതിരിവ് വർദ്ധിപ്പിക്കുന്നു. ഇത് സർക്കാരിന്റെ വിദേശ നയങ്ങളെയും ആഭ്യന്തര നിയന്ത്രണങ്ങളെയും പ്രതിരോധത്തിലാക്കുകയാണ്. ബ്രിട്ടനിലെ തെരുവുകളിൽ ഇപ്പോൾ ഉയരുന്നത് വെറും പ്രതിഷേധ സ്വരങ്ങളല്ല, മറിച്ച് ആഭ്യന്തരമായ തകർച്ചയുടെ സൂചനകൾ കൂടിയാണ്. മതപരമായ തീവ്രവാദം നിഷ്കളങ്കരുടെ ജീവനെടുക്കാൻ പദ്ധതിയിടുമ്പോൾ കുറ്റവാളികൾ സാമൂഹിക സുരക്ഷയെ വെല്ലുവിളിക്കുന്നു. ഇതിനെല്ലാം പുറമെ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ നിയമവാഴ്ചയും പരീക്ഷിക്കുന്നു. ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ ബ്രിട്ടീഷ് സർക്കാരിന് ശക്തമായ നിയമനിർമ്മാണവും ഒപ്പം തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിദ്വേഷം ഇല്ലാതാക്കാനുള്ള ബോധവൽക്കരണ പരിപാടികളും ആവശ്യമാണ്. നിയമവാഴ്ചയും മനുഷ്യാവകാശങ്ങളും തമ്മിലുള്ള ബാലൻസ് നിലനിർത്തുക എന്നത് വരും ദിവസങ്ങളിൽ ബ്രിട്ടന് വലിയൊരു പരീക്ഷണമായിരിക്കും.